ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ ക്യൂ ഓപ്പറേഷൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ക്യൂ യൂസിങ് അറേ. ഓൾറെഡി നമ്മളുടെ ചാനലിൽ സ്റ്റാക്ക്, അറേ ഓപ്പറേഷൻസ്, അറേ മെർജ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വിത്ത് കോഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോയിൽ ക്യൂവിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആൻഡ് അതിൻ്റെ അൽഗോരിതം ആൻഡ് അതിൻ്റെ കംപ്ലീറ്റ് കോഡ് നോക്കാം. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത്, ഡേറ്റ സ്ട്രക്ചറിൽ ക്യൂ എന്ന് പറയുന്നത് നോർമൽ റിയൽ ലൈഫിലുള്ള ക്യൂ പോലെ തന്നെയാണ്. നോർമൽ ലൈഫിൽ ക്യൂ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതേപോലെയാണ് ഡേറ്റ സ്ട്രക്ചറിലും ക്യൂ വർക്ക് ആവുന്നത്. ഞാൻ ഇപ്പോൾ ഇതിലെ എക്സാമ്പിൾ എടുത്തിട്ടുള്ളത് ഒരു ക്യൂ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു മൂവി ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഈ പീപ്പിൾ ഇതിൽ ക്യൂ നിൽക്കുന്നു. അപ്പോൾ ആരാണ് ഫസ്റ്റ് നിൽക്കുന്നത് അവർക്കായിരിക്കും ഫസ്റ്റ് ടിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ ക്യൂ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ഫസ്റ്റ് ആരാണോ വരുന്നത് അവർക്കാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ഫസ്റ്റ് വരുന്നവർക്ക് അവരുടെ വർക്ക് ഫസ്റ്റ് തീരും, എന്നിട്ട് ഫസ്റ്റ് ഉള്ളവർ ഡിലീറ്റായി പോവും. പിന്നെ ഇപ്പോൾ ഈ ഒരു ക്യൂവിൽ പുതിയ ഒരാൾ വരുന്നുണ്ട് ടിക്കറ്റ് മേടിക്കാൻ. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ക്യൂയുടെ എൻഡിലാണ് പോയി ജോയിൻ ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ കയറാൻ പറ്റില്ല, ഫ്രണ്ടിലും കയറാൻ പറ്റില്ല. അപ്പോൾ പുതിയതായിട്ട് ഒരാൾ ക്യൂവിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അവർ എൻഡിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഫസ്റ്റിൽ ആരാണോ നിൽക്കുന്നത് അവർക്കായിരിക്കും വർക്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്, എന്നിട്ട് അവർക്ക് ഫസ്റ്റ് ആ ക്യൂവിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റും. ഇതാണ് റിയൽ ലൈഫിലുള്ള ക്യൂ. സെയിം കോൺസെപ്റ്റാണ് ഡേറ്റ സ്ട്രക്ചറിൽ വരുന്നത്. ഫസ്റ്റ് വരുന്ന ക്യൂ എലമെൻറ്റ് ഏതാണോ അതായിരിക്കും ഫസ്റ്റ് ഡിലീറ്റായി പോകുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് വരുന്നത് ലാസ്റ്റായിട്ട് ഡിലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ക്യൂ യൂസിങ് അറേ അല്ലേ നോക്കുന്നത്. അപ്പോൾ അറേ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻ പ്രോഗ്രാമിംഗ്. അപ്പോൾ അറേ ഇൻഡെക്സ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2, 3, 4, 5. ഇപ്പോൾ ഈ ക്യൂവിൽ നമുക്ക് ഒരു 6 എലമെൻറ്റ്സ് ഉണ്ട്. 2, 4, 6, 8, 10, 12 ഇങ്ങനെ 6 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വന്നത് 2 ആണ്. 0th പൊസിഷനിലുള്ളതാണ് ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ 2 ആണ് ഫസ്റ്റ് വന്നത്, പിന്നെ 12 ആണ് ലാസ്റ്റ് വന്നത്. ആൻഡ് നമ്മൾ ക്യൂ യൂസിങ് അറേ, ഈ ക്യൂവിൽ നമ്മൾ ഡേറ്റ സ്ട്രക്ചറിൽ ക്യൂ യൂസ് ചെയ്യുമ്പോൾ 2 മെയിൻ ടെർമിനോളജീസ് യൂസ് ചെയ്യും. അതാണ് ഒന്ന് ഫ്രണ്ട്, പിന്നെ വേറെ ഒന്ന് റിയർ ആണ്. ഫ്രണ്ട് എന്ന് പറയുന്നത് ആ ക്യൂവിൻ്റെ ഫ്രണ്ടിൽ ഉള്ള എലമെൻറ്റിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. അറേ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അറേയിൽ 0th ഇൻഡെക്സിലുള്ളതാണ് ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റ്. അപ്പോൾ ഫ്രണ്ടിൽ ഏത് എലമെൻറ്റാണോ ഉള്ളത് അതിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും ബാക്കിലുള്ള എൻഡിൽ ബാക്ക് സൈഡുള്ള എലമെൻറ്റിനെയാണ് നമ്മൾ റിയർ എന്ന് പറയുന്നത്. ആൻഡ് ആ എൻഡിൻ്റെ പേരാണ് റിയർ എൻഡ്. ഫ്രണ്ട് എൻഡിൻ്റെ പേര്, ഫ്രണ്ടിലുള്ളതിൻ്റെ പേര് ഫ്രണ്ട് എൻഡാണ്. അപ്പോൾ ഇത് രണ്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജീസ്. അത് നമ്മൾ അറേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ ഒരു അറേ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ക്യൂവിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം ക്യൂ ഓഫ് ഒരു സൈസ് കൊടുത്തിട്ട് ഡിക്ലെയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ 10 ആണ് കൊടുക്കുന്നത്. ക്യൂ ഓഫ് 10 ആൻഡ് ഇത് ഇൻറ്റീജറാണ്. അപ്പോൾ ഇൻറ്റു ക്യൂ ഓഫ് 10 കൊടുത്തിട്ട് ഡിക്ലെയർ ചെയ്യണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിലുള്ളതിനെ നമ്മൾ ഫ്രണ്ട് എൻഡ് എന്ന് പറയും, ബാക്കിലുള്ളത് റിയർ എൻഡ് എന്ന് പറയും. ആൻഡ് നമ്മൾ ആദ്യം ഒരു ക്യൂ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ആ ക്യൂവിൽ ഒരു എലമെൻസും കാണത്തില്ല. നമ്മൾ നോർമലി പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ ആ ക്യൂവിൽ എലമെൻസ് ഒന്നും കാണത്തില്ല. നമ്മൾ ഇൻസേർട്ട് ചെയ്താലേ അതിൽ എലമെൻസ് എല്ലാം വരത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫ്രണ്ടിനെയും റിയറിനെയും -1 ആക്കി സെറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ഇങ്ങനെ സെറ്റാക്കിയാൽ മതി. നമ്മളിപ്പോൾ റിയൽ വേൾഡിൽ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരു 5 പെന്നുണ്ട്. ആ 5 പെന്നും ഞാൻ സെയിൽ ചെയ്താൽ ബാലൻസ് ഉള്ള പെന്ന് 0 ആണ്. അപ്പോൾ റിയൽ വേൾഡിൽ കൗണ്ട് 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എലമെൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ 0 എന്ന് പറയും. പക്ഷേ അറേയിൽ ഇൻഡെക്സ് വാല്യൂസ് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എലമെൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് -1 എന്ന് പറയാം. 0ൻ്റെ തൊട്ട് ബാക്കിലുള്ള എലമെൻറ്റ് -1 ആണ്. ഈ ക്യൂയിൽ എലമെൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്യൂ ഡിക്ലെയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 എന്നും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ പറഞ്ഞു, നമ്മൾ ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യുന്നത്, പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുന്നത് ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് എന്ന് പറയുമ്പോൾ അത് റിയർ എൻഡാണ്. പിന്നെ ഡിലീറ്റ് ചെയ്യുന്നത് ഫ്രണ്ടിലാണ്. ഫ്രണ്ട് എൻഡിലാണ് നമ്മൾ ഡിലീഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 എന്ന് സെറ്റാക്കി. മീനിങ് അതിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ അതിൽ പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഈ കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിന് ഒരു പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ഫ്രണ്ട് ഈക്വൽ ടു
റിയർ ഈക്വൽ ടു 0. നമ്മൾ ഒരു ഡേറ്റ ഒരു എലമെൻ്റാണ് ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നത് എപ്പോഴും റിയർ എൻഡിലായിരിക്കണം. അപ്പോൾ ക്യൂ, ഈ ക്യൂവിൻ്റെ പേര്, ഈ അറേയുടെ പേര് ക്യൂ ആണ്. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു ഡേറ്റ ഇങ്ങനെ കൊടുത്താൽ മതി, എലമെൻറ്റ് ആഡ് ആവും. ആൻഡ് ഇത് എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കേസാണ്. ഒരു ക്യൂവിൽ പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ എലമെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എലമെൻറ്റ് ഇല്ലാത്ത കേസാണ് ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0 എന്നാക്കിയിട്ട് ക്യൂ ഓഫ് റിയറിലാണ് എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത കേസ്, ഇതിൽ ഓൾറെഡി എലമെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഒരു ക്യൂ ഉണ്ട്, ഇതിൻ്റെ സൈസ് 4 ആണ്. എനിക്കിപ്പോൾ 2 പൊസിഷനിൽ മാത്രമേ എലമെൻറ്റ്സ് ഉള്ളൂ. 0, 1, 2, 3 ആണ് ഇതിൻ്റെ ഇൻഡെക്സ്. 0th പൊസിഷനിലും 1st പൊസിഷനിലും എനിക്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്കൊരു പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. ഇതാണ് ഫ്രണ്ട് എൻഡ്. നമ്മൾ ഡിലീഷൻ നടത്തുന്നത് ഫ്രണ്ടിലാണ്, പിന്നെ ഇൻസേർഷൻ നടത്തുന്നത് റിയർ എൻഡിലായിരിക്കും. ഇപ്പോൾ റിയർ ഉള്ളത് ഇതിലാണ്, 2 ആണ് ടോപ്പ് മോസ്റ്റ്, ബാക്കിലുള്ള എലമെൻറ്റ് 2 ആണ്. അപ്പോൾ റിയർ നിൽക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ എനിക്ക് പുതിയ ഒരു എലമെൻറ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ഈ റിയറിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ബിക്കോസ് ഇൻസേർഷൻ നടക്കുന്നത് എപ്പോഴും ബാക്ക് സൈഡിലാണ്. ഇപ്പോൾ റിയർ പോയിൻ്റ് ചെയ്യുന്നത് ബാക്കിലുള്ള ഏതാണോ ബാക്കിലുള്ള എലമെൻറ്റ് അതിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ എലമെൻറ്റ് എനിക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ റിയർ ഇവിടെ വരണം. ഇപ്പോൾ റിയർ ഇവിടെയാണുള്ളത്, അപ്പോൾ ഞാൻ പുതിയ എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് റിയർ ഈ പൊസിഷനിലോട്ട് വരണം. ക്യൂ യൂസിങ് അറേയിൽ നമ്മൾ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം റിയറിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. റിയർ ++ എന്ന് ആക്കണം. അപ്പോൾ ബാക്ക് മോസ്റ്റ് എലമെൻറ്റ് ഏതാണോ അതിൽ നിന്ന് ഒരു പൊസിഷൻ ബാക്കിലോട്ട് വരും. എന്നിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഡേറ്റയിനെ ക്യൂ ഓഫ് റിയറിലെടുത്ത് വെച്ചാൽ മതി. ക്യൂ ഓഫ് റിയർ ഈക്വൽ ടു ഡേറ്റ ഇങ്ങനെ കൊടുത്താൽ മതി, നമുക്ക് എലമെൻറ്റ് ആഡ് ആവും. നമ്മൾ ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ക്യൂ എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു ക്യൂ എംപ്റ്റി ആണെങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആയിരിക്കും. ആൻഡ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആയിരിക്കും. ഈ 2 കേസിൽ ഏതെങ്കിലും ഒരു കേസ് ട്രൂ ആയാൽ ആ ഒരു ക്യൂ എംപ്റ്റി ആണ്. അപ്പം ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓർ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ. ഇങ്ങനെയുള്ള 2 കണ്ടീഷനിലും ക്യൂ എംപ്റ്റി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ printf ക്യൂ എംപ്റ്റി എന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അങ്ങനെ അല്ലാത്ത കേസിൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് ക്യൂവിൽ 4 കപ്പാസിറ്റി ഉള്ള ക്യൂ ആണ്. ഇതിലിപ്പോൾ 4 എലമെൻറ്റ്സ് ഉണ്ട്. 0, 1, 2, 3 അങ്ങനെയുള്ള ഇൻടൈപ്സിൽ 4, 5, 6, 7 എന്ന വാല്യൂസാണ് ഉള്ളത്. ഇതിൽ ഫ്രണ്ട് പോയിൻ്റ് ചെയ്യുന്നത് ഫ്രണ്ടിലുള്ള എലമെൻറ്റിനെയാണ്, 4-നെയാണ്. പിന്നെ റിയർ പോയിൻ്റ് ചെയ്യുന്നത് ഏറ്റവും ബാക്കിലുള്ള എലമെൻറ്റിൻ്റെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഡിലീറ്റ് ചെയ്യണം. ക്യൂവിൽ ഡിലീഷൻ നടക്കുന്നത് ഫ്രണ്ട് എൻഡിലാണ്. അപ്പോൾ ഇതിൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രണ്ടിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്താൽ ഈ എലമെൻറ്റ് ഡിലീറ്റ് ആയി പോകും. ബിക്കോസ് ക്യൂവിൽ ഫ്രണ്ടിലുള്ള എലമെൻറ്റിനെ പോയിൻ്റ് ചെയ്യുന്നതാണ് ഫ്രണ്ട് എൻഡ്. ക്യൂവിൽ ഫ്രണ്ട് പോയിൻ്റ് ചെയ്യുന്നതാണ് ഫ്രണ്ടിലുള്ള എലമെൻറ്റ്. അപ്പോൾ ഈ ഫ്രണ്ടിനെ ഞാൻ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ ഫ്രണ്ട് ഈ പൊസിഷനിലോട്ട് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഫ്രണ്ട് മാറി ഈ പൊസിഷനിലോട്ട് വരും, ഈ ഒരു പൊസിഷനിലോട്ട് വരും. അപ്പോൾ ഈ ഒരു ഇത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഫ്രണ്ട്, ഇത് റിയർ ആണ്. 1, 2, 3, 4 എലമെൻറ്റ്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് ഇപ്പോൾ എനിക്ക് ഇവിടെ വന്നു, ഫ്രണ്ട് ഇപ്പോൾ എനിക്ക് ഈ പൊസിഷനിൽ വന്നു, ഇവിടെ നിന്ന് മാറി. അപ്പോൾ ഈ ഒരു എലമെൻറ്റ് എനിക്ക് ഡിലീറ്റായി കിട്ടി. ഈ 1 ഇപ്പോൾ ഡിലീറ്റായി. ഇനി അടുത്ത് ഇപ്പോൾ പിന്നെയും ഞാൻ ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ പോവാം. ഇതിൽ ഒരു എലമെൻറ്റും കൂടി ഉണ്ടെന്ന് വെച്ചോ, ഇവിടെ ഒരു സ്പേസും കൂടി ഉണ്ടെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഈ എലമെൻറ്റിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഫസ്റ്റ് എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് വീണ്ടും ഒരു എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഫ്രണ്ടാണ് ഇത്, ഫ്രണ്ട് 2 ആണ്. അപ്പോൾ ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഫ്രണ്ടിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ട് ഈ പൊസിഷനിലോട്ട് വരും. ഈ പൊസിഷനിൽ വരുമ്പോൾ ഈ ഫ്രണ്ട് ഇവിടെ നിന്ന് മാറി 3rd പോയിൻ്റ് ചെയ്യും. ഈ 2 നമുക്ക് ഡിലീറ്റായി പോകും. ഇപ്പോൾ ഫ്രണ്ട് പോയിൻ്റ് ചെയ്യുന്നത്
3 ആണ്. ഇനി ഈ എലമെൻറ്റും ഡിലീറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ടിനെ ഒന്ന് വീണ്ടും നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യും. അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫ്രണ്ടും റിയറും സെയിം പൊസിഷനിൽ വന്നു. അപ്പോൾ ഫ്രണ്ടും റിയറും സെയിം പൊസിഷനാണെങ്കിൽ ഒരു എലമെൻറ്റാണ് ഉള്ളത്. ഫ്രണ്ടും റിയറും എപ്പോഴാണോ ഈക്വൽ ആവുന്നത് അപ്പോൾ അതിൽ ഒരു എലമെൻറ്റേ കാണത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് പൊസിഷനിൽ ക്യൂവിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത കണ്ടീഷനിൽ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആയിരിക്കും. അപ്പോൾ നമ്മൾ പുതിയൊരു എലമെൻറ്റ് ആഡ് ആക്കുമ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യൂവിൽ ഒരു എലമെൻറ്റ് മാത്രം ഉണ്ടെങ്കിൽ അതിൽ ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ടും റിയറും ഈക്വൽ ആയിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് ഈ 3യും പോയി, ഇപ്പോൾ ഉള്ളത് ഒരു എലമെൻറ്റാണ്, 4 മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ എനിക്ക് ഇതിനെയും ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇൻഡെക്സ് ഇടാം. ഇൻഡെക്സ് 0 1 2 3 4 ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു എലമെൻറ്റിനെയും ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് ഫ്രണ്ടിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഫ്രണ്ടിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ഇവിടെ നിന്ന് മാറി ഈ പൊസിഷനിലോട്ട് വരും. ഇപ്പോൾ എനിക്ക് ഫ്രണ്ട് ഉള്ളത് ഇൻഡെക്സ് വാല്യൂ 4ത്തിലാണ്, റിയർ ഉള്ളത് 3rd പൊസിഷനിലാണ്. ഞാൻ ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ ഈ 4ഉം ഡിലീറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണ്. ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് ഇതിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. ഈ ഒരു കണ്ടീഷനിൽ അറയിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല, അറേ എംപ്റ്റി ആയി. അപ്പോൾ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണെങ്കിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. ഈ കേസിൽ നമ്മൾ ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 എന്ന് സെറ്റാക്കി കൊടുക്കണം. ക്യൂ യൂസിങ് അറയിൽ നമ്മൾ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആദ്യം റിയറിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ക്യൂ ഓഫ് റിയറിൽ ആ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്താൽ മതി. അതേപോലെ ഡിലീറ്റ് ചെയ്യുമ്പോൾ കേസ് ചെക്ക് ചെയ്യണം. ഫ്രണ്ട് ഈക്വൽ ടു റിയർ ഈക്വൽ ടു -1 ആണെങ്കിൽ ക്യൂ എംപ്റ്റി ആണ്, അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആയാലും ക്യൂ എംപ്റ്റി ആണ്, ആ ഒരു കേസിൽ നമുക്ക് ഇൻസേർഷൻ പറ്റത്തില്ല. അങ്ങനെ അല്ലാത്ത കേസിൽ നമുക്ക് ഡിലീഷൻ പറ്റത്തില്ല. അങ്ങനെ അല്ലാത്ത കേസിൽ ഫ്രണ്ടിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതി, നമുക്ക് എലമെൻറ്റ് ഡിലീറ്റ് ആയി പോകും. ഇനിയുള്ള ഓപ്പറേഷനാണ് പീക്ക് എലമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. പീക്ക് ഓഫ് ഫംഗ്ഷനിൽ നമ്മൾ ഫ്രണ്ട് മോസ്റ്റ് എലമെൻറ്റ് ഏതാണോ അതിനെയാണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ പീക്ക് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആദ്യം ക്യൂ എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എംപ്റ്റി അല്ലെങ്കിൽ അതിൽ ഫ്രണ്ടിലുള്ള എലമെൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യിച്ചാൽ മതി. പ്രിൻ്റ് ഓഫ് %d, പീക്ക് ക്യൂ ഓഫ് ഫ്രണ്ട്. ഇതാണ് ഇതിൻ്റെ കോഡ്. ആദ്യം ഞാൻ ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്തിട്ട് n എന്ന വാല്യൂ എന്നൊരു വേരിയബിളിന് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 5 ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഗ്ലോബലി. ഇൻറ്റ് ക്യൂ ഓഫ് n ആണ് കൊടുത്തേക്കുന്നത്. അതിൽ ഹാഷ് ഇല്ല കേട്ടോ, ഹാഷ് എററാണ്. അപ്പോൾ ആദ്യം ഞാൻ ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്തിട്ട് n-ന് ഒരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്ലോബലി ഒരു ക്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ക്യൂവിൻ്റെ മാക്സിമം സൈസ് n ആണ്. നമ്മൾ ഹാഷ് ഡിഫൈനിൽ n-ൻ്റെ വാല്യൂ ഏതാണോ കൊടുക്കുന്നത് അത് തന്നെ ക്യൂവിൻ്റെ സൈസായിട്ട് കൊടുക്കാം. അപ്പോൾ ക്യൂവിൻ്റെ മാക്സിമം സൈസ് ഞാൻ n ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഈക്വൽ ടു -1 റിയർ ഈക്വൽ ടു -1 എന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഇൻറ്റീജർ വാല്യൂസാണ്. അപ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു -1 റിയർ ഈക്വൽ ടു -1 എന്ന് സെറ്റ് ചെയ്തു. ഇനി ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻസ് ഏതാണോ, ഫങ്ഷൻസ് ഞാൻ ഇതിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണോ അതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇൻസേർഷന് വേണ്ടിയിട്ട് NQ ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ക്യൂവിൽ ഇൻസേർഷന് നമ്മൾ NQ എന്ന് പറയും, പിന്നെ ഡിലീഷന് DQ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇൻസേർഷന് വേണ്ടിയിട്ട് ഒരു NQ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് വോയിഡാണ്, റിട്ടേൺ ടൈപ്പ് ഇല്ല. അതിൻ്റെ അകത്ത് ഒരു പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്, ഐറ്റം. അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇൻ്റാണ്. നമ്മളപ്പോൾ പാരാമീറ്റർ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇതിനെ ഡിക്ലെയർ ചെയ്യേണ്ടത് ഫംഗ്ഷന്. അത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, വോയിഡ് DQ ഓഫ് സെമിക്കോളൻ. പിന്നെ പീക്ക് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വോയിഡ് പീക്ക് ഓഫ് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വോയിഡ് ഡിസ്പ്ലേ ഓഫ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് പോവാം. അപ്പോൾ മെയിൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇതിൻ്റെ അകത്ത് എനിക്ക് 2 വേരിയബിൾസാണ് ആവശ്യമുള്ളത്. ഒന്ന് C, യൂസറിന് ഏത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് അത് ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് C. പിന്നെ അവർ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു എലമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഐറ്റം. പിന്നെ ഈ ഒരു ലൂപ്പ് എനിക്ക് റിക്കേഴ്സീവ്ലി എക്സിക്യൂട്ട് ആവണം. അതുകൊണ്ടാണ് വൈൽ ഓഫ് 1 കൊടുത്തേക്കുന്നത്. വൈൽ ഓഫ് 1 കൊടുക്കുമ്പോൾ ഈ വൈൽ ഓഫ് 1ൻ്റെ അകത്തുള്ള ബോഡി ഇൻഫിനിറ്റ് ടൈംസ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ യൂസർ എപ്പോഴാണോ എക്സിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നത്, ഇതിൽ എക്സിറ്റിന് നമ്മളൊരു നമ്പർ കൊടുക്കും. ആ നമ്പർ എപ്പോഴാണോ പ്രസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ടെർമിനേറ്റ് ആയി കിട്ടും. അപ്പോൾ വൈൽ ഓഫ് 1 കൊടുത്തു. അതിൻ്റെ അകത്ത്
എനിക്ക് എന്തൊക്കെയാണോ പ്രിൻ്റ് ചെയ്ത് വരേണ്ടത് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ക്യൂ ഓപ്പറേഷൻസ് എന്നൊരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1.NQ, 2.DQ, 3.PQ, 4.display, 5.exit കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിൻ്റ് ഓഫ് എൻ്റർ യുവർ ചോയ്സ്. ഇതിൽ യൂസറിന് ഏത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ പെർഫോം ആയി കിട്ടും. അപ്പോൾ ഇതിൽ 1.NQ ആണ്. അപ്പോൾ യൂസർ 1 അടിക്കുവാണെങ്കിൽ നമുക്ക് ഇൻസേർഷൻ പെർഫോം ചെയ്യാം. അപ്പോൾ ആ ഒരു വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്കാൻഫ് %d, %C. ഇനി ഈ സി ആണ് ഞാൻ സ്വിച്ച് കേസിൻ്റെ അകത്ത് കൊടുക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ യൂസർ ഇപ്പോൾ 1 ആണ് പ്രസ് ചെയ്തെങ്കിൽ ആ 1 ആയിരിക്കും ഈ കേസിൻ്റെ അകത്ത് പോകുന്നത്. ഇപ്പോൾ 1 = ഇപ്പോൾ 1 ആകുമ്പോൾ കേസ് 1ൽ തന്നെ അത് ട്രൂ ആവും. കേസ് 1 = 1. പിന്നെ ഇപ്പോൾ യൂസർ 2 ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് നേരെ കേസ് 2ൻ്റെ അകത്താണ് പോകുന്നത്. ഇപ്പോൾ സ്വിച്ച് കേസിൻ്റെ അകത്ത് സി ആണ് ഞാൻ കൊടുക്കുന്നത്. അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാം കൊടുക്കണം. എനിക്കിപ്പോൾ കേസ് 1 അവർക്ക് ഇൻസേർഷനാണ് പെർഫോം ചെയ്യേണ്ടതെങ്കിൽ ആദ്യം printf enter the data to be inserted അതെനിക്ക് വാങ്ങിക്കണം. ഏത് എലമെൻ്റാണോ അവർ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു എലമെൻ്റാണ് ഞാൻ ഐറ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്തിട്ട് ഞാൻ NQ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്. NQ ഓഫ് ഐറ്റം സെമിക്കോളൻ എന്നിട്ട് ബ്രേക്ക് കൊടുത്തു. പിന്നെ കേസ് 2ൽ എനിക്ക് DQ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. അതിന് പാരാമീറ്റർ ഒന്നും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ കേസ് 2 DQ ഓഫ് ബ്രേക്ക്, കേസ് 3 പീക്ക് ഓഫ് ബ്രേക്ക്. ഇതിലൊന്നും പാരാമീറ്റേഴ്സ് ഇല്ല. NQയിൽ മാത്രമാണ് പാരാമീറ്റേഴ്സ് ഉള്ളത്. പിന്നെ കേസ് 4 ഡിസ്പ്ലേ ഓഫ് ബ്രേക്ക്, കേസ് 5 എക്സിറ്റ് ഓഫ് 1 ബ്രേക്ക്. ഇപ്പോൾ എപ്പോഴാണ് യൂസർ എൻ്റർ യുവർ ചോയ്സ് കൊടുക്കുമ്പോൾ 5 പ്രസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ പ്രോഗ്രാം ടെർമിനേറ്റായി പോവും. എക്സിറ്റ് ഓഫ് 0 കൊടുക്കുമ്പോൾ നമ്മളുടെ പ്രോഗ്രാം നോർമലി ടെർമിനേറ്റ് ആവും. എക്സിറ്റ് ഓഫ് 1 കൊടുക്കുമ്പോൾ അബ്നോർമലി ടെർമിനേറ്റ് ആവും. അപ്പോൾ ബ്രേക്ക് ഇതിൽ എക്സിറ്റ് ഓഫ് 0 ആണ് കൊടുക്കേണ്ടത്. 1 കൊടുത്താലും വേറെ പ്രശ്നമൊന്നും വരത്തില്ല. ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് മാത്രം പഠിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ ഡീഫോൾട്ട് ഈ 5 നമ്പർ അല്ലാതെ വേറെ നമ്പറാണ് അവർ പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിൻ ഫംഗ്ഷൻ ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് സ്വിച്ച്, വൈൽ, മെയിൻ ഫംഗ്ഷൻ എല്ലാം ഇവിടെ ക്ലോസ് ആക്കി. ഇനിയുള്ളതാണ് NQ ഓപ്പറേഷൻ. NQയിൽ ഞാൻ പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈപ്പ് ഇൻറ്റീജറാണ്. അപ്പോൾ വോയിഡ് NQ ഓഫ് ഇൻറ്റ് ഐറ്റം എന്നെടുത്തു. ആൻഡ് ആദ്യം ഞാൻ ചെക്ക് ചെയ്യുന്നു റിയർ = n-1 ആണോ എന്ന്. ഈ n ക്യൂയുടെ മാക്സിമം സൈറ്റാണ് കൊടുത്തത്. അപ്പോൾ റിയർ = മാക്സിമം -1 ആണെങ്കിൽ എനിക്കതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ക്യൂ ഓവർഫ്ലോ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അല്ലാത്ത കേസിൽ ഫ്രണ്ട് = -1 ആൻഡ് റിയർ = -1 ആണെങ്കിൽ ക്യൂ എംറ്റി ആണ്. അപ്പോൾ ആ ഒരു കേസ് വരുമ്പോൾ ആദ്യം ക്യൂ = റിയർ = 0 ആക്കണം. എന്നിട്ട് ക്യൂ ഓഫ് റിയറിൽ ഐറ്റത്തിനെ സ്റ്റോർ ചെയ്യണം. അതാണ് എൽസ് ഇഫ് കേസിൽ കൊടുത്തേക്കുന്നത്. ഇനി ഈ 2 കേസും അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം റിയറിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. എന്നിട്ട് ക്യൂ ഓഫ് റിയറിൽ ഐറ്റത്തിനെ സ്റ്റോർ ചെയ്താൽ മതി. ഇതാണ് NQ ഫംഗ്ഷൻ. ഇനിയുള്ളത് DQ ഫംഗ്ഷനാണ്, ഡിലീഷനാണ്. അപ്പോൾ ഡിലീഷനിൽ ആദ്യം ക്യൂ എംറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫ്രണ്ട് = -1 ദെൻ ആൻഡ് റിയർ = -1 ആണെങ്കിൽ ക്യൂ എംറ്റി ആണ്. പിന്നെ ഇതിൽ ഒരു കേസും കൂടെ വിട്ടുപോയി. ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണെങ്കിലും ക്യൂ എംറ്റി ആണ്. ആ ഒരു കേസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കേസ് ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ എൽസ് ഫ്രണ്ട് = റിയർ ആണെങ്കിൽ അതിൽ ഒരു എലമെൻറ്റേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒരു എലമെൻ്റ് ഉള്ള കേസിലാണ് ഫ്രണ്ടും റിയറും ഈക്വൽ ആവുന്നത്. അപ്പോൾ ആ ഒരു കേസിൽ ദ ഡിലീറ്റഡ് എലമെൻറ്റ് ഇസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്യൂ ഓഫ് ഫ്രണ്ടിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ക്യൂ ഓഫ് ഫ്രണ്ട് അല്ലെങ്കിൽ ക്യൂ ഓഫ് റിയർ രണ്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. ഇനി ഈ 2 കേസും അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ printf the deleted elements എന്ന് പറഞ്ഞിട്ട് ക്യൂ ഓഫ് ഫ്രണ്ടിനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ഡിലീഷൻ ഓപ്പറേഷൻ. ഇനിയുള്ളത് ഡിസ്പ്ലേ ചെയ്യേണ്ട ഫംഗ്ഷനാണ്. അപ്പോൾ ഡിസ്പ്ലേക്ക് ആദ്യം ക്യൂവിലെ എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഫ്രണ്ട് = -1 ആൻഡ് റിയർ = -1 ആണെങ്കിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. ആൻഡ് ഫ്രണ്ട് ഗ്രേറ്റർ ദാൻ റിയർ ആണെങ്കിലോ അതിൽ എലമെൻറ്റ്സ് ഒന്നുമില്ല. ആ കേസിൽ ക്യൂ ഈസ് എംറ്റി എന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അല്ലാത്ത കേസാണെങ്കിൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റ് ഐ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫോർ ഐ ഞാൻ ഇപ്പോൾ ഫ്രണ്ട് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചേക്കുന്നത്. I = ഫ്രണ്ട്, I <= റിയർ, I++. അപ്പോൾ ഐ ഫ്രണ്ട് തൊട്ട് റിയർ വരെ പോകും. printf ക്യൂ ഓഫ് ഐ. അങ്ങനെ പോകുമ്പോൾ ക്യൂവിൽ ith പൊസിഷനിൽ ഏത് എലമെൻ്റാണോ ഉള്ളത് അതെനിക്ക് പ്രിൻ്റ് ആയി കിട്ടും. പിന്നെ ഉള്ളതാണ് പീക്ക് ഓഫ് യൂസ് ചെയ്യുന്നത് ഫ്രണ്ടിലുള്ള എലമെൻറ്റ് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുമ്പോൾ
ആദ്യം എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യണം. എം ടി അല്ലെങ്കിൽ ക്യൂ ഓഫ് ഫ്രണ്ടിനെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. പ്രിൻ്റ് ഓഫ് %d, ക്യൂ ഓഫ് ഫ്രണ്ട്. ഇത് റൺ ചെയ്യുമ്പോൾ ക്യൂ ഓപ്പറേഷൻസ് എന്ന് വരുന്നുണ്ട്. അതിൻ്റെ താഴെ NQ1.NQ, 2.TQ, 3.PQ, 4.display ആൻഡ് 5.exit വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോയ്സിൽ ഞാൻ 1 ആണ് കൊടുക്കുന്നത്, NQ. അപ്പോൾ എൻ്റർ ദ ഡീറ്റ ടു ബി ഇൻസേർട്ടഡ് എന്ന് വന്നു. ഞാൻ 4 കൊടുക്കുന്നു. അപ്പോൾ അത് ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പ്ലേ കൊടുക്കാം. 4 കൊടുത്താൽ ഡിസ്പ്ലേ ആവും. അപ്പോൾ 4 ഞാൻ ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റ് 4 ആണ്. അപ്പോൾ 4 വന്നു. ഇനി ഡിലീറ്റ് ചെയ്ത് നോക്കാം. 2 ദ ഡിലീറ്റഡ് എലമെൻറ്റ് ഫ്രം ദ ക്യൂ ഈസ് 4 എന്ന് വന്നു. ഇപ്പോൾ ക്യൂവിൽ എലമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് 4 ആണ്. 4 കൊടുത്തു. ക്യൂ ഈസ് empty എന്ന് വന്നു. ഇനി ഇൻസേർട്ട് ചെയ്യാം. ഒരു 4 എലമെൻറ്റ്സ് വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. എൻ്റർ ദ ഡീറ്റ ടു ബി ഇൻസേർട്ടഡ് 3, പിന്നെ 1 എൻ്റർ ദ ഡീറ്റ ടു ബി ഇൻസേർട്ടഡ് 6, പിന്നെ 1 എൻ്റർ ദ ഡീറ്റ ടു ബി ഇൻസേർട്ടഡ് 7, 1 ഡീറ്റ 8. ഇപ്പോൾ ഞാൻ ഇത്ര എലമെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 കൊടുക്കുന്നു. 4 കൊടുക്കുമ്പോൾ 3, 6, 7, 8 എന്ന് വന്നു. 3 ആണ് ഫസ്റ്റ് ഉള്ള എലമെൻറ്റ്, 6 സെക്കൻഡ് ഉള്ളത്, 7 തേർഡ് ഉള്ളത്, 8 ലാസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 3 ആയിരിക്കും ഡിലീറ്റായി കിട്ടുന്നത്, ബിക്കോസ് 3 ആണ് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ചെക്ക് ചെയ്യുന്നു. 2 കൊടുക്കുന്നു. 2 കൊടുക്കുമ്പോൾ ഡിലീറ്റഡ് എലമെൻറ്റ് 3 എന്ന് വന്നു. ഇനി പീക്ക് എലമെൻറ്റ് കണ്ടുപിടിക്കാം. പീക്ക് എലമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള എലമെൻറ്റാണ് കിട്ടുന്നത്. ആദ്യം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇതിലുള്ള ക്യൂവിലുള്ള എലമെൻറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 6, 7, 8 ആണുള്ളത്. അപ്പോൾ ഞാൻ പീക്ക് കൊടുക്കുമ്പോൾ എനിക്ക് 6 ആണ് ഡിസ്പ്ലേ ആയി വരേണ്ടത്. 6 എൻ്റർ യുവർ ചോയ്സ് 3. ഞാനിപ്പോൾ എൻ്റർ യുവർ ചോയ്സിൽ 6 കൊടുത്തു. 6ൽ ഓപ്ഷൻസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇൻവാലിഡ് ഓപ്ഷൻ എന്ന് വരുന്നത്. അപ്പോൾ പീക്ക് എലമെൻറ്റ് കണ്ടുപിടിക്കാൻ 3 ആണ് പ്രസ് ചെയ്യേണ്ടത്. 3 കൊടുത്തപ്പോൾ 6 വന്നു. അപ്പോൾ എനിക്ക് പീക്കിലുള്ള എലമെൻറ്റ് 6 ആണ്. 6 എനിക്ക് ഔട്ട്പുട്ടിൽ വന്നു. ഇനി ഉള്ളത് ഡിസ്പ്ലേ. അത് നമ്മൾ ചെയ്തു. ഇതിൽ സെർച്ച് ഓപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് നമുക്ക് ലാബ് എക്സാം വരുമ്പോൾ ഈ സ്റ്റാക്ക് യൂസിങ് അറേ, ക്യൂ യൂസിങ് അറേ ഒക്കെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇത് നമുക്ക് വൈവയ്ക്ക് മാത്രമേ കൂടുതൽ ചോദിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ക്യൂ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്, അറേ യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റിൽ കംപ്ലീറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ സെർച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഈസിയാണ്. നമ്മൾ അറേയിൽ നോർമലി എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് അതേപോലെയാണ് ഇതിലും സെർച്ച് ചെയ്യേണ്ടത്. ഇതിൽ അറേയുടെ പേര് ക്യൂ ആയിരിക്കും. പിന്നെ ഇൻഡെക്സിന് നമുക്ക് ഐ സ്റ്റാർട്ട്സ് ഫ്രം ഫ്രണ്ട്, ഐ ടിൽ റിയർ വരെ നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഇനി 5 കൊടുക്കുമ്പോൾ പ്രോഗ്രാം എക്സിറ്റ് ആവും. 5 കൊടുക്കുമ്പോൾ പ്രോസസ് ഫിനിഷ്ഡ് എന്ന് വന്നു. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്